എ വിജയരാഘവൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു. തത്സമയ സംരക്ഷണമാണ് കാണുന്നത്. LDF സ്ഥാനാർത്ഥി എ വിജയരാഘവൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഭരണാധികാരിക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിൻ്റെ തത്സമയ സംരക്ഷണമാണ് പ്രേക്ഷകർ കാണുന്നത്. സച്ചിനുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. സച്ചിൻ, LDF സ്ഥാനാർത്ഥി എ വിജയരാഘവൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നു. എന്താണ് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥി എ വിജയരാഘവൻ 3 സെറ്റ് നാമനിർദ്ദേശ പത്രികയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. LDFിന്റെ അതുപോലെ തന്നെ CPIMന്റെ നേതാക്കളായ CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ, അതുപോലെ തന്നെ CPM സംസ്ഥാന കമ്മിറ്റി അംഗവും മന്ത്രിയുമായിട്ടുള്ള MB രാജേഷ്, CPM സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള NN കൃഷ്ണദാസ്, KS സലീഗ, CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ മുൻപാകെ എ വിജയരാഘവൻ നാമനിർദ്ദേശ പത്രിക നൽകിയിരിക്കുന്നത്. 3 സെറ്റ് നാമനിർദ്ദേശ പത്രികയാണ് നൽകിയത്. ജില്ലാ പഞ്ചായത്ത് പരിസരത്ത് നിന്നും പ്രകടനമായി എത്തിയാണ് എ വിജയരാഘവൻ നാമനിർദ്ദേശ പത്രിക നൽകിയത്. വലിയൊരു ജനപങ്കാളിത്തവും എ വിജയരാഘവനൊപ്പം ഉണ്ടായിരുന്നു. വലിയ സ്വീകാര്യതയാണ് പാലക്കാട് ജില്ലയിൽ LDF സ്ഥാനാർത്ഥി എ വിജയരാഘവന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ അടക്കമുള്ള ആളുകൾ രാവിലെ തന്നെ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി എ വിജയരാഘവനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷമാണ് CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും CPIM നേതാക്കൾക്കൊപ്പം പാലക്കാട് കോട്ട മൈതാനത്തിനടുത്തുള്ള ജില്ലാ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്നാണ് ജില്ലാ കളക്ടറേറ്റിലേക്ക് പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥി എ വിജയരാഘവൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രനും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വലിയ ജനപങ്കാളിത്തത്തോടു കൂടി തന്നെയാണ് പ്രവർത്തകരും നേതാക്കളും അടക്കം അനുഗമിച്ചുകൊണ്ടാണ് രണ്ട് മണ്ഡലങ്ങളിലും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ സ്ഥാനാർത്ഥികൾ എത്തിയത്. പാലക്കാട് എ വിജയരാഘവനും തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രനും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. CPMന്റെ നേതാക്കൾ അടക്കം അതോടൊപ്പം തന്നെ പ്രവർത്തകരും ഒക്കെ വലിയൊരു ജനാവലിയുടെ സാന്നിധ്യത്തിലാണ് കളക്ടറേറ്റിലെത്തി ജില്ലാ ഭരണാധികാരിക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. സച്ചിൻ, തുടരാം. സച്ചിൻ, വലിയ പിന്തുണയോടുകൂടി ജനപങ്കാളിത്തത്തോടുകൂടി പ്രവർത്തകരും നേതാക്കളും അടക്കം അനുഗമിച്ചുകൊണ്ടാണ് കളക്ടറേറ്റിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. എന്താണ് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? പാലക്കാട് ജില്ലയിലെ LDFിന്റെ പാലക്കാട് ജില്ലയിലെ സ്ഥാനാർത്ഥികൾ നൽകുന്ന ആദ്യ നാമനിർദ്ദേശ പത്രിക LDFിൻ്റെതാണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതുവരെ പാലക്കാട് ജില്ലക്കകത്ത് ഒരാൾ പോലും നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടില്ല. ആദ്യ നാമനിർദ്ദേശ പത്രികയാണ് LDFിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള എ വിജയരാഘവൻ നൽകിയിട്ടുള്ളത്. വലിയൊരു ജനപങ്കാളിത്തത്തോടു കൂടിയാണ് എ വിജയരാഘവന്റെ സ്ഥാനാർത്ഥി പര്യടനവും ജില്ലയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് LDF സ്ഥാനാർത്ഥി എ വിജയരാഘവൻ പ്രചരണത്തിൽ ഉടനീളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം രാജ്യത്ത് വർഗീയ ശക്തികളുടെ വലിയൊരു അതിപ്രസരം ഉണ്ടെന്നും ആ അതിപ്രസരത്തിന് BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന രാഷ്ട്രീയ മുതലെടുപ്പിന് അവസാനം കുറിക്കണം എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് എ വിജയരാഘവന്റെ നേതൃത്വത്തിൽ പ്രചരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ ഒരു 10 മണിയോട് കൂടിയാണ് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ഇടതുപക്ഷ നേതാക്കളും അതുപോലെ തന്നെ CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള NN കൃഷ്ണദാസ്, മന്ത്രി MB രാജേഷ്, KS സലീഗ, CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു അടക്കമുള്ള വലിയ നേതാക്കളുടെ അകമ്പടിയോടെയാണ് CPIM ഓഫീസിൽ നിന്നും
LDF സ്ഥാനാർത്ഥി A വിജയരാഘവൻ ജില്ലാ കളക്ടറേറ്റിലേക്ക് എത്തിയത്. ഇടതുപക്ഷ നേതാക്കളായിട്ടുള്ള ജനതാദൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുരുകദാസ്, CPI ജില്ലാ സെക്രട്ടറി സുരേഷ് രാജ് തുടങ്ങിയവരും സ്ഥാനാർത്ഥിക്കൊപ്പം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വേണ്ടി ജില്ലാ കളക്ടറേറ്റിൽ എത്തിയിട്ടുണ്ട്. ജില്ലാ കളക്ടർ മുൻപാകെയാണ് LDFന്റെ സ്ഥാനാർത്ഥി A വിജയരാഘവൻ നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുള്ളത്. 3 സെറ്റ് നാമനിർദ്ദേശ പത്രികയാണ് A വിജയരാഘവൻ നൽകിയിട്ടുള്ളത്. LDF സ്ഥാനാർത്ഥി A വിജയരാഘവന്റെ നാമനിർദ്ദേശ പത്രികയാണ് പാലക്കാട് ജില്ലയിൽ ആദ്യമായി ലഭിക്കുന്നത് എന്ന ഒരു പ്രത്യേകത കൂടെയുണ്ട്. ഇതുവരെ ഒരു സ്ഥാനാർത്ഥികളും പാലക്കാട് ജില്ലയിൽ നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടില്ല. നാളെ ആലത്തൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണൻ നാളെ രാവിലെ 11 മണിക്ക് ജില്ലാ ഭരണാധികാരി മുൻപാകെ നാമനിർദ്ദേശ പത്രിക നൽകുന്നുണ്ട്. മറ്റ് UDFന്റെ NDAയുടെ സ്ഥാനാർത്ഥികൾ വരും ദിവസങ്ങളിൽ നാമനിർദ്ദേശ പത്രിക നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്.